എല്ലാ കുട്ടികളെയും +1 സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബയോമോളിക്യൂൾസ് എന്ന അധ്യായത്തിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബയോമോളിക്യൂൾസ് എന്നും അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മൈക്രോമോളിക്യൂൾസ്, മാക്രോമോളിക്യൂൾസ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇവ ജീവശരീരത്തിൽ നിർവഹിക്കുന്ന ധർമ്മം എന്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. Living organisms contain thousands of organic compounds. These organic compounds are constantly being changed into some other biomolecules. ജീവികളുടെ ശരീരത്തിൽ നിന്ന് ആയിരക്കണക്കിന് ജൈവ തന്മാത്രകളെ വേർതിരിച്ചെടുക്കാനും അവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇവ നിരന്തരം മറ്റ് ജൈവ തന്മാത്രകളായി മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല, these biomolecules are formed from certain other biomolecules. ഇവ മറ്റ് ബയോമോളിക്യൂൾസായി മാറുക മാത്രമല്ല, മറ്റ് ബയോമോളിക്യൂൾസിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. സോ നമുക്ക് പറയാം, ബയോമോളിക്യൂൾസ് ഹാവ് എ ടേൺ ഓവർ. ജൈവ തന്മാത്രകൾക്ക് പുനഃക്രമീകരണ ശേഷി ഉണ്ട് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ ബയോമോളിക്യൂൾസ് വിഘടിക്കുകയും വീണ്ടും സംയോജിക്കുകയും ചെയ്യുന്നത്? The breaking and making of biomolecules is through chemical reactions. രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ബയോമോളിക്യൂൾസ് ലഘുഘടകങ്ങളായി മാറുന്നതും ലഘുഘടകങ്ങളിൽ നിന്ന് പുതിയ ബയോമോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഇത് ജീവശരീരത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത്തരത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളെ ആകെ ചേർത്ത് നമുക്ക് ഉപാപചയം എന്ന് പറയാം. We can call these chemical reactions as metabolism. How can we define metabolism? Metabolism is the sum total of all the biochemical reactions that occur in living organisms. ജീവികളിൽ നടക്കുന്ന എല്ലാ ജൈവരാസ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് മെറ്റബോളിസം. Let's see certain examples. Removal of carbon dioxide from amino acids to form amines. ശരീരത്തിലെ അമിനോ ആസിഡുകളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുമ്പോൾ അത് അമൈനായിട്ട് മാറും. റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പ് ഇൻ എ ന്യൂക്ലിയോടൈഡ് ബേസ്. ഹൈഡ്രോളിസിസ് ഓഫ് എ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇൻ എ ഡൈസാക്കറൈഡ്. ഇത്തരത്തിൽ 100 കണക്കിന് മെറ്റബോളിക് ആക്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ചില ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. ഈ പ്രോഡക്ട്സിന് നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? മെറ്റബോളൈറ്റ്സ്, ഉപാപചയ വസ്തുക്കൾ എന്ന് വിളിക്കാം. ഈ ഉപാപചയ വസ്തുക്കളുടെ സഞ്ചാരം കൃത്യമായ റൂട്ടിലും ഡയറക്ഷനിലുമാണ്. The flow of these metabolites in a metabolic pathway has definite route and direction like automobile traffic. നമ്മുടെ നഗരത്തിലെ ഗതാഗത സംവിധാനം നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്? കൃത്യമായ പാതയിലൂടെ കൃത്യമായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുപോലെയാണ് ശരീരത്തിനകത്ത് ഫോം ചെയ്യുന്ന മെറ്റബോളൈറ്റ്സ് കൃത്യമായി സഞ്ചരിക്കുന്നത്. ഇവ ട്രാഫിക് ജംഗ്ഷനുകളെ പോലെ ചില സ്ഥലങ്ങളിൽ വച്ച് പരസ്പരം മറികടക്കുകയും ചെയ്യും. This metabolic flow is called dynamic state of body constituents. ശരീരനിർമ്മാണ ഘടകങ്ങളുടെ പരിവർത്തനാത്മകത എന്ന് പറയുന്നത് ഈ മെറ്റബോളിക് ഫ്ലോയാണ്. നമുക്ക് ഇത്തരത്തിൽ ഉപാപചയ വസ്തുക്കളുടെ പ്രവാഹത്തെ ശരീരനിർമ്മാണ ഘടകങ്ങളുടെ പരിവർത്തനാത്മകത എന്ന് പറയാം. ഇങ്ങനെ ഉണ്ടാകുന്ന മെറ്റബോളൈറ്റ്സ്, there are 2 different types. They are primary metabolites and secondary metabolites. You have learnt more about primary metabolites and secondary metabolites in the previous classes. നമുക്കതൊന്ന് റീകളക്ട് ചെയ്തു പോകാം. Primary metabolites have identifiable function in physiological processes and these are very essential for the life. ജീവകോശങ്ങൾക്കകത്ത് എടുത്തു പറയാവുന്ന കാര്യമായ ധർമ്മം നിർവഹിക്കുന്നവയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇവ ജീവൻ നിലനിർത്തുന്നതിന് ഏറ്റവും അത്യാവശ്യവുമാണ്. എക്സാമ്പിൾസ്: അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ്, ഇതെല്ലാം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇവയ്ക്ക് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള കൃത്യമായ ഒരു റോളുണ്ട്. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ഓർ റീപ്രൊഡക്ഷൻ.
വളർച്ചയിലോ പ്രത്യുൽപാദനത്തിലോ ഒന്നും തന്നെ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ധർമ്മം നിർവഹിക്കാനില്ലാത്തവയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ കൃത്യമായ ധർമ്മമെന്ന് ഇതുവരെയും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്? ചില ഉദാഹരണങ്ങൾ പറയാം. റബ്ബറിൻ്റെ ലാറ്റക്സ്, റെസിൻസ്, ഗംസ്, പിഗ്മെൻറ്റ്സ്, സെൻസ്, ഡ്രഗ്സ്, ഇത്തരത്തിൽ ധാരാളം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റബോളിക് പാത്വേയിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഉണ്ടായി വരുന്ന പ്രോഡക്ട്സ് ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. മെറ്റബോളിക് പാത്വേ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെറ്റബോളിക് പാത്വേസ് ആർ ദ സീരീസ് ഓഫ് ലിങ്ക്ഡ് മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ മെറ്റബോളിസം. ഒരു ഉപാപചയ പ്രവർത്തനത്തിൽ പരസ്പരം ബന്ധിതമായിരിക്കുന്ന അഥവാ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ആകെ തുക, പ്രവർത്തനങ്ങളുടെ ഈ ശ്രേണിയെയാണ് മെറ്റബോളിക് പാത്വേസ് എന്ന് പറയുന്നത്. There are two types of metabolic pathways, anabolic pathways and catabolic pathways. എന്താണ് anabolic pathways? In anabolic pathways, simpler molecules unite to form complex molecules. ലഘുഘടനയുള്ള തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണ ഘടനയുള്ള തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് അനബോളിസം, ഉപചയം. ദിസ് ഇസ് എ കൺസ്ട്രക്റ്റീവ് പ്രോസസ്. അവിടെ ലഘുതന്മാത്രകൾ ചേർന്ന് ഒരു പുതിയ മോളിക്യൂൾ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഈ പ്രക്രിയയ്ക്ക് എനർജി ആവശ്യമുണ്ട്. അനബോളിക് പാത്വേസ് റിക്വയർ എനർജി. ചില എക്സാമ്പിൾസ്: ദ ഫോർമേഷൻ ഓഫ് കൊളസ്ട്രോൾ ഫ്രം അസറ്റിക് ആസിഡ് ഈസ് എൻ അനബോളിക് റിയാക്ഷൻ. അതുപോലെ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനബോളിക് റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനബോളിക് റിയാക്ഷൻ. നൗ കാറ്റബോളിക് പാത്വേസ്. കാറ്റബോളിക് പാത്വേസ് ഇതിൻ്റെ നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഹിയർ കോംപ്ലക്സ് മോളിക്യൂൾസ് ബിക്കം സിംപിളർ സ്ട്രക്ചേഴ്സ്. സങ്കീർണ ഘടനയുള്ള തന്മാത്രകൾ ലഘു തന്മാത്രകളായി വിഘടിക്കുന്ന പ്രവർത്തനമാണ് കാറ്റബോളിസം അഥവാ അപചയം. ഇറ്റ്സ് എ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്. ഹിയർ എനർജി ഈസ് റിലീസ്ഡ്. ഇപ്പോൾ കാറ്റബോളിസത്തിൻ്റെ ഫലമായിട്ട് എനർജി സ്വതന്ത്രമാകുന്നു. ഒരു ഉദാഹരണം, സ്കെലറ്റൽ മസിലിൽ വെച്ച്, നമ്മുടെ അസ്ഥിപേശികളിൽ വെച്ച് ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡായി മാറുന്ന പ്രവർത്തനം ഇറ്റ്സ് എ കാറ്റബോളിക് റിയാക്ഷൻ. അവിടെയും ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നു. മറ്റൊരു കാറ്റബോളിക് റിയാക്ഷൻ റെസ്പിറേഷൻ, കോശശ്വസനം. കോശത്തിനുള്ളിൽ വെച്ച് ആഹാരത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം സ്വതന്ത്രമാകുന്ന പ്രവർത്തനം. ഇത്തരത്തിൽ നൂറുകണക്കിന് അനബോളിക് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. കാറ്റബോളിക് റിയാക്ഷനിലൂടെ ഊർജം സ്വതന്ത്രമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഊർജത്തിന് എന്താണ് സംഭവിക്കുന്നത്? എനർജി റിലീസ് ത്രൂ കാറ്റബോളിസം ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ ബോണ്ട്സ്. കെമിക്കൽ ബോണ്ടുകളായി ഇങ്ങനെ സ്വതന്ത്രമാക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുന്നു. When needed, this bond energy is utilized for performing biosynthetic, osmotic and mechanical work. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന സംശ്ലേഷണ പ്രവർത്തനങ്ങൾക്കും പ്രതിവ്യാപന പ്രവർത്തനങ്ങൾക്കും കായിക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം ബോണ്ട് എനർജി ആയിട്ടാണ് സംഭരിച്ചിരിക്കുന്നത്. ആവശ്യം വരുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. കോശത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എനർജി കറൻസി ഏതാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATPയുടെ ഉള്ളിൽ ബോണ്ട് എനർജിയായി ഈ ഊർജം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇൻ ഓർഗാനിസംസ് ദ മെറ്റബോളൈറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസ്. ഈ ഉപാപചയ വസ്തുക്കൾ എല്ലാ ജീവികളിലും ഒരേ അളവിലല്ല കാണപ്പെടുന്നത്. എല്ലാ വസ്തുക്കളും ഒരേ അളവിലല്ല കാണപ്പെടുന്നത്. ഓരോ ജീവിയുടെയും പ്രത്യേകതകൾക്കനുസരിച്ച് അളവിൽ വ്യത്യാസമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, blood concentration of glucose in a normal healthy person is 4.2 to 6.1 mmol per liter. Another example, concentration of hormones is nanograms per milliliter. അപ്പോൾ ഇവയുടെ അളവ് ഓരോ ജീവിക്കനുസരിച്ചും ഓരോ കോശത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. In biological systems, the concentration of all the biomolecules exists in a steady state.
ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത്, ജൈവവ്യൂഹങ്ങൾക്കകത്ത് ഈ ബയോമോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ എല്ലായ്പ്പോഴും ഒരു സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് ഇസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്നാൽ ഒരു അസന്തുലിതമായ അവസ്ഥയാണ്. ഫിസിക്സ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റംസ് അറ്റ് ഇക്വിലിബ്രിയം കനോട്ട് പെർഫോം വർക്ക്. സന്തുലിതാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിന് പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. ആസ് ലിവിങ് ഓർഗാനിസംസ് വർക്ക് കണ്ടിന്യൂവസ്ലി ദേ കനോട്ട് റീച്ച് ഇക്വിലിബ്രിയം. ജീവികൾ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇക്വിലിബ്രിയം എന്നൊരവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾ നിലച്ചു എന്നാണ് അർത്ഥം. എന്താണ് ലിവിങ് സ്റ്റേറ്റ്? നമുക്ക് എങ്ങനെ ലിവിങ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാം? ലിവിങ് സ്റ്റേറ്റ് ഇസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന അസന്തുലിതമായ ഒരവസ്ഥയാണ് ജൈവാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിവിങ് പ്രോസസ് ഇസ് എ കോൺസ്റ്റന്റ് എഫേർട്ട് ടു പ്രിവെന്റ് ഫാളിംഗ് ഇൻ ടു ഇക്വിലിബ്രിയം. സന്തുലിതാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള നിരന്തരമായ പരിശ്രമമാണ് ജീവൽ പ്രവർത്തനങ്ങൾ. ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ എനർജി ഇൻപുട്ട് ഒബ്റ്റെയിൻ ഫ്രം മെറ്റബോളിസം. ഇത്തരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഈ അസന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിത്തൗട്ട് മെറ്റബോളിസം ദർ കനോട്ട് ബി എ ലിവിങ് സ്റ്റേറ്റ്. മെറ്റബോളിസം ഇല്ലെങ്കിൽ, ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ജൈവാവസ്ഥ എന്നൊന്നില്ല. മെറ്റബോളിക് റിയാക്ഷൻസിന്റെ മറ്റൊരു പ്രത്യേകത, എവ്രി കെമിക്കൽ റിയാക്ഷൻ ഈസ് എ കാറ്റലൈസ്ഡ് റിയാക്ഷൻ. എല്ലാ രാസപ്രവർത്തനങ്ങളും ചില രാസത്വരകങ്ങളുടെ സഹായത്താൽ നടക്കുന്നവയാണ്. ദർ ഇസ് നോ അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ ഓർ no uncatalyzed metabolic conversions in living systems. ജൈവ വ്യവസ്ഥയിൽ കാറ്റലിസ്റ്റിന്റെ സഹായമില്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. എന്താണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ്? Catalysts are proteins that accelerates the rate of a given metabolic reaction. ചില പ്രത്യേക രാസപ്രവർത്തനങ്ങളെ, ഉപാപചയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന മാംസ്യങ്ങളെ കാറ്റലിസ്റ്റ് എന്ന് പറയാം. Catalysts are proteins that accelerates the rate of given metabolic reactions. These proteins with catalytic power are called enzymes. ഇങ്ങനെ രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ ശേഷിയുള്ള പ്രോട്ടീനുകളെ എൻസൈമുകൾ എന്ന് വിളിക്കാം. We can call these proteins with catalytic power as enzymes. എൻസൈമുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Enzymes are biological catalysts which influence the speed of biochemical reactions. ജൈവരാസപ്രവർത്തനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ഉൾപ്രേരകങ്ങളാണ് എൻസൈമുകൾ. They are biological catalysts. All the enzymes are proteins. ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ എൻസൈമുകളും പ്രോട്ടീനുകളാണ്. But all the proteins are not enzymes. പക്ഷേ എല്ലാ പ്രോട്ടീനുകളും എൻസൈമുകളല്ല. Enzymes are specific. Each enzyme has its own substrate. ഓരോ എൻസൈമിനും അതിന് പ്രവർത്തിക്കാൻ ഒരു കൃത്യമായ സബ്സ്ട്രേറ്റ് അഥവാ അഭികാരകമുണ്ട്. അതായത് എല്ലാ എൻസൈമുകളും എല്ലാ സബ്സ്ട്രേറ്റിലും ആക്ട് ചെയ്യില്ല. സോ എൻസൈംസ് ആർ സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ. Sometimes nucleic acids, for example RNA, behaves like an enzyme. It is called a ribozyme. Ribonucleic acid എൻസൈമുകളായി പ്രവർത്തിക്കും. ആ അവസ്ഥയിൽ അവയെ വിളിക്കുന്നത് റൈബോസൈമുകൾ എന്നാണ്. എങ്ങനെയാണ് എൻസൈമുകൾ അഭികാരകങ്ങളുമായി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റുകളുമായി പ്രവർത്തിക്കുന്നത്? എൻസൈമുകൾ പ്രോട്ടീനുകളാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രോട്ടീനുകൾക്ക് സെക്കൻഡറി ടെർഷറി സ്ട്രക്ചർ ഉള്ളതുപോലെ തന്നെ എൻസൈമുകൾക്കും സെക്കൻഡറി ടെർഷറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. When you look at the tertiary structure of enzymes, you can see many crevices or pockets. These pockets are called active sites. എൻസൈമുകളുടെ 3D സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം കുഴികൾ അല്ലെങ്കിൽ പോക്കറ്റ്സ് പോലുള്ള ഏരിയ കാണാൻ പറ്റും. These regions are called active sites of enzymes. സബ്സ്ട്രേറ്റ്സ് വന്ന് ഫിറ്റ് ചെയ്യുന്നത് ഈ ആക്റ്റീവ് സൈറ്റ്സിലാണ്. സബ്സ്ട്രേറ്റ്സ് ഫിറ്റ് into these active sites. Enzymes catalyze reactions at high rate through these active sites. ഈ ആക്റ്റീവ് സൈറ്റുകൾ വഴിയാണ് എൻസൈമുകൾ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത്. ഇനോർഗാനിക് കാറ്റലിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
Enzyme catalysts and inorganic catalysts differ in many ways. പല കാര്യങ്ങളിലും ഇനോർഗാനിക് കാറ്റലിസ്റ്റും എൻസൈം കാറ്റലിസ്റ്റുകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇനോർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹൈ പ്രഷേഴ്സ്. ഇനോർഗാനിക് കാറ്റലിസ്റ്റിന് ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദത്തിലും വളരെ നന്നായി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും. ബട്ട് എൻസൈം കാറ്റലിസ്റ്റ് ഗെറ്റ് ഡാമേജ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. എൻസൈം കാറ്റലിസ്റ്റുകളെ സംബന്ധിച്ച് ഊഷ്മാവ് ഒരു പരിധിക്കപ്പുറം കൂടിയാൽ, ഉദാഹരണത്തിന് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാൽ എൻസൈം കാറ്റലിസ്റ്റുകൾ ഡീനേച്ചർ ചെയ്തു പോകും. ബിക്കോസ് എൻസൈം കാറ്റലിസ്റ്റ് ആർ ഫോംഡ് ഓഫ് പ്രോട്ടീൻസ്. ബട്ട് ദ എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ഓർഗാനിസംസ് ദാറ്റ് ലിവ് naturally under high temperatures. For example, in hot vents and sulfur springs show thermal stability. സാധാരണഗതിയിൽ എൻസൈം കാറ്റലിസ്റ്റ് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഡീനേച്ചർ ചെയ്തു പോകുമെങ്കിലും ഉഷ്ണ നീരുറവകളിലും സൾഫർ സ്പ്രിങ്സ് ഗന്ധക ഉറവകളിലും കാണപ്പെടുന്ന ബാക്ടീരിയകളുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എൻസൈമുകൾ വളരെ ഉയർന്ന ടെമ്പറേച്ചറിലും നന്നായി പ്രവർത്തിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ 2 types of reactions. നമ്മൾ ഇതുവരെ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ്. ഇവ വ്യത്യസ്ത തരം രാസപ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്? 2 തരം റിയാക്ഷൻസ് ഉണ്ട്. കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ 2 types of reactions. 2 തരം മാറ്റങ്ങളിലൂടെയാണ് രാസസംയുക്തങ്ങൾക്ക് കടന്നു പോകേണ്ടത്. സാധാരണയായി രാസസംയുക്തങ്ങൾ 2 തരം മാറ്റങ്ങൾ കാണിക്കുന്നു. They are physical change and chemical change. Physical change is a change in shape or state of matter without breaking bonds. തന്മാത്രകൾക്കിടയിലുള്ള ബന്ധനങ്ങൾക്ക് യാതൊരു വിഘടനവും സംഭവിക്കാതെ ആകൃതിയിലോ ദ്രവ്യത്തിൻ്റെ അവസ്ഥയിലോ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻടു വാട്ടർ. ഐസ് ഉരുകി ജലമായി മാറുന്നത്, വാട്ടർ വേപ്പറായി മാറുന്നത്. ഇവിടെ മോളിക്യൂൾസിനിടയിലുള്ള ബോണ്ടിന് വിഘടനം സംഭവിക്കുന്നില്ല, മറിച്ച് രൂപം മാത്രമാണ് മാറുന്നത്. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച് ബോൺസ് ആർ ബ്രോക്കൺ ആൻഡ് ന്യൂ ബോൺസ് ആർ ഫോംഡ്. തന്മാത്രകൾക്കിടയിലുള്ള ബോൺസ് ബ്രേക്ക് ചെയ്ത പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പുതിയ ബോൺസും ഫോം ചെയ്യുന്നുണ്ട്. There are organic chemical reactions and inorganic chemical reactions. 2 തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ദ കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻടു ഗ്ലൂക്കോസ്. സ്ക്രീനിലേക്ക് നോക്കൂ. ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ്റെയും ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ്റെയും ഓരോ ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ, ബേരിയം ഹൈഡ്രോക്സൈഡ് reacts with sulfuric acid to form barium sulfate and water. Physical changes and chemical changes are observed among biomolecules. Now let's discuss the rate of a chemical reaction. രാസപ്രവർത്തന നിരക്ക് എന്നാൽ എന്താണ്? Rate of a chemical reaction is the amount of product formed in unit time. ഒരു നിശ്ചിത സമയത്തിൽ രൂപം കൊള്ളുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവിനെയാണ് രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ അളവിനെയാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൻ്റെ ദിശ സൂചിപ്പിക്കുകയാണെങ്കിൽ റേറ്റ് ഈസ് ഓൾസോ കോൾഡ് വെലോസിറ്റി. റേറ്റ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ റിയാക്ഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് എസ് ടെമ്പറേച്ചർ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് രണ്ടിനെയും ധാരാളം ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം, താപനില എങ്ങനെയാണ് രാസപ്രവർത്തന വേഗതയെ നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾസ്. ഒരു രാസപ്രവർത്തനത്തിൽ 10 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവ് ഉയർത്തുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇരട്ടിയാകും. വെൻ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് ബൈ ഹാഫ്. താപനില 10 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ പകുതിയായി കുറയും. റേറ്റ് ഓഫ് എൻസൈം കാറ്റലൈസ് റിയാക്ഷൻ ഈസ് വെരി ഹൈ. എൻസൈമുകളുടെ സഹായത്താൽ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. എൻസൈമുകൾ
അത്ഭുതാവഹമായ രീതിയിലാണ് രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. This reaction is catalyzed by an enzyme carbonic anhydrase. കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന ഒരു എൻസൈമാണ് ഈ പ്രവർത്തനത്തെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ആക്സിലറേറ്റ്സ് ദ റിയാക്ഷൻ റേറ്റ് ബൈ അബൌട്ട് 10 മില്യൺ ടൈംസ്. 10 മില്യൺ മടങ്ങായിട്ടാണ് കാർബോണിക് ആൻഹൈഡ്രേസ് ഈ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത്. In the absence of carbonic anhydrase, only 200 molecules of H2CO3 are formed in an hour. നോക്കൂ, കാർബോണിക് ആൻഹൈഡ്രേസ് ആഡ് ചെയ്യാതെ നടക്കുന്ന പ്രവർത്തനത്തിൽ ഒരു മണിക്കൂറിൽ വെറും 200 തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. Only 200 molecules of carbonic acid are formed. In the presence of carbonic anhydrase enzyme, about 6 lakhs molecules are formed per second. കാർബോണിക് ആൻഹൈഡ്രേസ് ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ 6 ലക്ഷം കാർബോണിക് ആസിഡ് തന്മാത്രകൾ ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻസൈമുകൾ ഒരു രാസപ്രവർത്തനത്തെ ആക്സിലറേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. In the metabolic pathway, each step is catalyzed by different enzymes. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, ഒരു മെറ്റബോളിക് പാത്വേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തന ശ്രേണിയാണ്. ഈ മെറ്റബോളിക് പാത്വേയിൽ ഓരോ ഘട്ടത്തെയും കാറ്റലൈസ് ചെയ്യുന്നത് ഒരു എൻസൈമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇൻ ഗ്ലൈക്കോളിസിസ് 10 ഡിഫറെന്റ് എൻസൈംസ് ആർ ദെയർ. ഗ്ലൈക്കോളിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു പൈറൂവിക് ആസിഡ്. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്ന പ്രവർത്തനത്തെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസിൽ 10 വ്യത്യസ്ത എൻസൈമുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഗ്ലൈക്കോളിസിസിന്റെ ഓരോ ഘട്ടത്തെയും ത്വരിതപ്പെടുത്തുന്നത് ഓരോ എൻസൈമുകളാണ്. ഗ്ലൈക്കോളിസിസിന്റെ വിശദാംശങ്ങൾ റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പിറേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു അസൈൻമെന്റ് പൂർത്തിയാക്കാൻ ശ്രമിക്കാം. സ്ക്രീനിലേക്ക് നോക്കൂ. അനബോളിക് പാത്വേസ് ആൻഡ് മെറ്റബോളിക് പാത്വേസ് 2 കോളംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ anabolic pathways and catabolic pathways. പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി. തുടർന്നുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.